ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ശ്രീസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുക്കുന്നത് ഒരു രുചികരമായ ചിക്കൻ പുലാവാണ്. ഇത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആവശ്യമുള്ള ചേരുവകളും തയ്യാറാക്കുന്ന വിധവും നോക്കാം. 2 ഗ്ലാസ് ബസുമതി റൈസ് കഴുകിയത് 30 മിനിറ്റ് കുതിരാൻ വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി വയ്ക്കണം. 1/2 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തത്, മീഡിയം സൈസ് 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി, 1 ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞത്, എരിവുള്ളതാണെങ്കിൽ 3 അല്ലെങ്കിൽ 4-5 പച്ചമുളക് നെടുകെ കീറിയത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1/2 ഇഞ്ചിൻ്റെ 2 പീസ് പട്ട, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പാൻ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും ഒഴിച്ച് ചൂടാക്കുക. എണ്ണയും നെയ്യും ചൂടാവുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസിൽ നിന്നും പട്ടയും ഏലക്കയും ഗ്രാമ്പുവും ചെറിയ ജീരകവും ഇതിലിട്ട് വഴറ്റുക. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ 4 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വഴറ്റണ്ട, ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇളക്കിയതിന് ശേഷം 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മുടെ തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിന് ശേഷം നമ്മൾ ചേർക്കണം. ഇത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. ഇനിയും ചെറിയൊരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞ് ചേർക്കുക. 3 ടേബിൾ സ്പൂൺ വലിയ പുളിയില്ലാത്ത തൈര് ചേർക്കുക. ഇനി നന്നായി 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനിയും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 3/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്ക്. എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം 4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വീണ്ടും തിളപ്പിക്കുക. വെള്ളവും അരിയും ഒരേ ലെവലിൽ എത്തിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം. ചെറിയൊരു ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞത് കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 12 തൊട്ട് 14 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 14 മിനിറ്റിന് ശേഷം 1-2 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. ശേഷം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. പാത്രം എടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.